ഈ പിണറായി 2.0 കഴിഞ്ഞ് പിണറായി 3.0 വരും എന്നുള്ളതാണല്ലോ ഏകദേശ ചർച്ചകളിലൂടെ രൂപപ്പെട്ടു വരുന്നത്. അതായത് LDF സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന്. ഈ മുന്നണി സംവിധാനമൊക്കെ വന്നതിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണി രണ്ടാമത് തുടർച്ചയായിട്ട് ഭരണം നേടുന്നത്. മൂന്നാമതും അതേ മുന്നണി തന്നെ ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ UDF എന്ന സംവിധാനം തന്നെ ഇല്ലാണ്ടാവും എന്നാണ് പറയുന്നത്. എന്താ എൻ്റെ കൂടുതൽ വിശദാംശം? തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മാറി മാറി വരുന്ന സർക്കാരുകൾ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ എന്ന വാചകം നമ്മൾ എപ്പോഴും കേട്ട് മടുത്തതാണ്. പക്ഷേ അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ടാണ് പിണറായി സർക്കാർ 2016 വന്നതുപോലെ 2021 അധികാരത്തിൽ വന്നത്. തുടർന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനവും നഷ്ടമായ അവസ്ഥയാണുള്ളത്. പിന്നീടും പിണറായി സർക്കാർ ഭരണവും തുടർന്നു. ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. ആരോഗ്യരംഗത്ത് ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും മൂന്നാമത് പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്ന രീതിയിലുള്ള സർവേകളാണ് ലഭിക്കുന്നത്. കാരണം മൂന്നാമതും വരാനുണ്ടാകുന്ന കാരണം എന്ന് പറയുന്നത് ഒന്ന് കോൺഗ്രസിലെ തമ്മിലടി. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി എല്ലാവരും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയും സതീശനും KC വേണുഗോപാലും ശശി തരൂരും ഇപ്പം മുല്ലപ്പള്ളിയും സുധീരനും PJ കുര്യനും അടക്കം എല്ലാവരും മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്നു. ലീഗിന് വരെ അല്പം പോലും ഇനി ക്ഷമിക്കാൻ പറ്റില്ല. കാരണം അവർ അധികാരമില്ലാതെ 10 വർഷത്തിലേക്ക് എത്തുന്നു. അവരാകെ പാനിക്കായിരിക്കുന്ന അവസ്ഥ ലീഗ്. സ്വാഭാവികമായും പിണറായി സർക്കാരിൻ്റെ മുന്നിൽ ഇനി വഴികളുണ്ട്. കാരണം കോൺഗ്രസ്സിന് ഈ ശിഥിലമായിരിക്കുന്ന ഒരവസ്ഥ. മറ്റൊന്ന് BJPക്ക് കേരളത്തിൽ ഒരു 3-4 സീറ്റുകൾ നേടാനുള്ളൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം നടപ്പാക്കി വരികയാണ്. ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ലോക്സഭ വന്നപ്പോൾ 18 സീറ്റൊക്കെ വാങ്ങി കോൺഗ്രസ് ഒരു ഉണർവുണ്ടാക്കി. രാഹുൽ ഗാന്ധി അടക്കം ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രിയായി ഇവിടെ തുടരുന്നു. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി പിന്നീട് മാറുകയും പ്രിയങ്ക ഗാന്ധി അവിടെ ജയിക്കുകയും ചെയ്തു. അതായത് നെഹ്റു കുടുംബം പോലും കേരളത്തെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. സ്വാഭാവികമായും പിണറായി സർക്കാരിൻ്റെ മുന്നിലുള്ള വഴി ഒന്ന് BJPയെ അല്പം സഹായിച്ചാൽ മൂന്നാമതും ഭരണത്തിലെത്താം എന്നുള്ളൊരു വഴി പിണറായി സർക്കാരിൻ്റെ മുന്നിലുണ്ട്. അതായത് ഈ പറഞ്ഞതുപോലെ നേമം പോലുള്ള വട്ടിയൂർക്കാവ് പോലെയുള്ള BJP സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ BJPയെ ഒന്ന് സഹായിച്ചു കൊടുത്താൽ പകരം ഈ പറഞ്ഞതുപോലെ BJP വോട്ടുകൾ കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ LDFന് നൽകിയാൽ സുഖമായി ഈ ഒരു ഓപ്പറേഷൻ നടത്താൻ കഴിയും. അതിനുള്ള പദ്ധതികൾ ഇപ്പോഴേ ആവിഷ്കരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ BJPക്ക് നേട്ടമാണ്. കാരണം ഒരു 3-4 സീറ്റുകൾ കേരളത്തിൽ നേടാം. അതുവഴി അടുത്ത തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് പിന്നീട് ഒരു 3-ാം ടൈമിലൊക്കെ ഭരണത്തിലേക്ക് എത്താൻ കഴിയും. അപ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ലീഗ് എല്ലാം ഈ ഭ്രാന്ത് മൂത്ത് ആശുപത്രിയിലോ അല്ലെങ്കിൽ LDFനൊപ്പം വരികയോ ഒക്കെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ കോൺഗ്രസ്സിലെ ഈ അധികാരമോഹികളായിട്ടുള്ള, അതായത് കാക്കി നിക്കറും ഖദർ ധരിച്ച് നടക്കുന്ന ടീമുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം അതെ അവർക്കെല്ലാം നേരെ ചെന്ന് BJPയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. അപ്പോൾ അവരും ആ മണ്ഡലങ്ങളിലൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ അവരെയും വിജയിപ്പിക്കാൻ BJPക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഇപ്പോൾ ഈ പെൻഷൻ കൂട്ടുക എന്നുള്ളൊരു നടപടിയിലേക്ക് കടക്കും. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇപ്പോൾ നിലവിൽ കൊടുക്കുന്ന 1600 ആണെന്ന് തോന്നുന്നു, 1600 രൂപ പെൻഷൻ 2000 ആക്കി വർദ്ധിപ്പിക്കും. അതിനുശേഷം സ്ത്രീകൾക്ക്, അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വീട്ടമ്മമാരായ സ്ത്രീകൾക്ക് 2000 രൂപ പെൻഷൻ നൽകും എന്നൊരു പ്രഖ്യാപനം കൂടി നടത്തും. അതിനുശേഷം എല്ലാ വർഷവും കൊടുക്കുന്ന കിറ്റിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി ഐറ്റംസ് കൂട്ടിക്കൊണ്ട് ഒരു കിറ്റ് നൽകാനുള്ള പദ്ധതിയും ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയും കൂടി പ്രാവർത്തികമാകുമ്പോഴേക്കും സ്വാഭാവികമായി 2000 രൂപ പെൻഷൻ ആകുമ്പോൾ ഇപ്പോൾ ഏറെക്കുറെ ഒരു 3-4 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടാകും. അല്ലെങ്കിൽ അതൊരു 5 മാസമാക്കി അവർ കയറ്റി നിർത്തും. ഇപ്പം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുമ്പ് പെൻഷൻ കൊടുത്തു തീർത്താലും പിന്നീടുള്ള പെൻഷനുകൾ ഒരു 4 മാസത്തെ കുടിശ്ശികയിടും. 4 അല്ലെങ്കിൽ 5 മാസത്തെ കുടിശ്ശിക ഇട്ട് കഴിഞ്ഞാൽ ഈ 2000 വെച്ച് വർദ്ധിപ്പിക്കുമ്പോൾ എല്ലാ പെൻഷൻകാർക്കും 10,000 രൂപ വെച്ച് ഇലക്ഷന് തൊട്ട് മുമ്പ് അവരുടെ കൈകളിൽ കൊണ്ടെത്തിക്കും. സ്വാഭാവികമായും ഈ 10,000 രൂപ കിട്ടുന്ന ഈ ഉപഭോക്താക്കൾ അവർ പറയും, എന്തായാലും ഇത് കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇതൊന്നും കിട്ടില്ലല്ലോ. അതോടൊപ്പം തന്നെ വീട്ടമ്മമാർ ഇതിൽ വീഴുകയും ചെയ്യും. അതായത് 2000 രൂപ എന്നുള്ള വീട്ടമ്മമാർക്കുള്ള പെൻഷനിൽ വീഴുകയും ചെയ്യും. പിന്നെ വളരെ മനോഹരമായൊരു കിറ്റ്, അരിയും പഞ്ചസാരയും മുളകും മല്ലിയും ഒക്കെ ചേർന്നുള്ള വളരെ മനോഹരമായ കിറ്റും ഇലക്ഷന് മുമ്പ് തന്നെ പിണറായിയുടെ പടമൊക്കെ വെച്ച് കൊടുക്കും. സ്വാഭാവികമായും കോൺഗ്രസ് ആകെ ആ സമയത്ത് മുഖ്യമന്ത്രിക്കായിട്ടുള്ള അടിയായി ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. സ്വാഭാവികമായും ഈ സമയത്ത് കേരളത്തിലെ വോട്ടർമാർ ഈ LDFന് വോട്ട് ചെയ്യും. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി കൂടി
ആവിഷ്കരിക്കുന്നുണ്ട്. അതായത് ഈ എൽ ഡി എഫിന് അനുകൂലമായ കൈരളി ഉൾപ്പെടെയുള്ള ചാനലുകളുണ്ടല്ലോ, ന്യൂസ് മലയാളം 24/7 ഇങ്ങനെയൊക്കെയുള്ള ചാനലുകളിൽ മൂന്നാമതും പിണറായി സർക്കാർ എന്ന രീതിയിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുക. അതായത് MLA-മാർ ഒപ്പമോ അല്ലെ MLA എന്ത് ചെയ്തു എന്നൊക്കെയുള്ള ചില പരിപാടികളുണ്ടല്ലോ, അത്തരം പരിപാടികൾ വെച്ചിട്ട് MLA-യുടെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് ഒരു ഗിമിക്ക് കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ സ്വാഭാവികമായും ഈ MLA തന്നെ ആയിരിക്കും ജയിക്കുക. കാരണം അയാൾ ഇത്രയധികം ജനോപകാരപ്രദമായ പരിപാടികൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയും. സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അതായത് ജയിക്കുന്ന ആളിന് വോട്ട് ചെയ്യുക. അതായത് തങ്ങൾ വോട്ട് ചെയ്യുന്ന ആൾ തോറ്റുപോയി കഴിഞ്ഞാൽ കേരളത്തിലുള്ള ജനങ്ങൾ പറയുന്നത് അയ്യോ എൻ്റെ വോട്ട് പാഴായി എന്നാണ് പറയുന്നത്. എന്നാൽ അതൊരു പ്രതിഷേധം രേഖപ്പെടുത്തിയെന്ന് അവർ ചിന്തിക്കില്ല. ജയിച്ച ആളിന് വോട്ട് കൊടുക്കുന്നതാണ് നമ്മളെന്തോ വിജയി എന്നൊരു ഭാവത്തിലുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളവർ. അപ്പോൾ സ്വാഭാവികമായും ഈ MLA ക്യാമ്പയിൻ ഇപ്പോൾ ന്യൂസ് മലയാളം 24/7 ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായും MLA-മാർ 98 ഇപ്പോൾ അല്ലേ, 98 ലേറ്റസ്റ്റ് 98 MLA-മാരുടേത് ബൂസ്റ്റ് ചെയ്തിട്ട് ബാക്കി കോൺഗ്രസ് MLA-മാരുടേത് ഒരല്പം താഴ്ത്തിയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും വീണ്ടും ഈ പറഞ്ഞതുപോലെ ഈ MLA ക്യാമ്പയിനിലൂടെ ഈ MLA തന്നെ ആയിരിക്കും അടുത്ത പ്രാവശ്യം ജയിക്കുക എന്ന് കണ്ടാൽ തങ്ങളുടെ വോട്ട് പാഴാകല്ലേ എന്ന് കരുതി മലയാളികൾ പോയി അയാൾക്ക് വോട്ട് ചെയ്യുകയും പിന്നീട് വിജയിക്കുകയും ചെയ്യും. ഏകദേശം 80ഓളം സീറ്റുകളിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ 80ഓളം സീറ്റുകളിൽ LDF-ന് ഏകദേശം 10,000-ന് മുകളിൽ ഭൂരിപക്ഷമുള്ള സീറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ആ സീറ്റുകൾ ഇത്രയും മാത്രം നിലനിർത്തിയാൽ പോലും LDF-ന് സുഖമായി ഭരിക്കാൻ കഴിയും. ബാക്കി ഉള്ള കുറച്ച് സീറ്റുകളിലാണ് ഈ 1000-ൽ താഴെയും അല്ലെങ്കിൽ 2000-ൽ താഴെയും 5000-ൽ താഴെയും ഒക്കെ വിജയമുള്ളത്. അത് ചിലപ്പോൾ UDF-ന് പോയാൽ പോലും സ്വാഭാവികമായി 80 സീറ്റുകൾ നിലനിർത്താൻ LDF-ന് കഴിഞ്ഞാൽ തുടർഭരണം പുഷ്പം പോലെ നടക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പെൻഷൻ, അതോടൊപ്പം തന്നെ കിറ്റ്, വീട്ടമ്മമാർക്കുള്ള പെൻഷൻ പദ്ധതി, അതോടൊപ്പം ഈ ക്യാമ്പയിൻ, അതായത് ചാനലുകൾ കേന്ദ്രീകരിച്ച് ചാനലുകളെ സ്വാധീനിച്ച് ചാനലുകളിൽ പരസ്യം നൽകിക്കൊണ്ട് നാം മുന്നോട്ട് പോലുള്ള കുറച്ചുകൂടി പരിപാടികളും കൂടെ ഉൾപ്പെടുത്തി കുറേ പൈസയും അതോടൊപ്പം തന്നെ പ്രചരണവും കൂടി നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും തുടർഭരണം തന്നെ LDF-ന്റെ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു എതിരാളി ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതെ, UDF എന്ന് പറയുന്നത് കളത്തിൽ പോലും ഇല്ല. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ കുറച്ച് ഗിമ്മിക്ക് കാണിച്ചാൽ പോലും അത് തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ അവരുടെ നാടകമാണ് തിരിച്ചറിയാനുള്ള കഴിവ് കേരള ജനതയ്ക്കുണ്ട്. കാരണം ഇത്രയും കാലമായിട്ട് ഏതെങ്കിലും ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരാനോ ആ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയത്തിൽ സമരം ചെയ്തതിന് റിസൾട്ട് ഉണ്ടാക്കാനോ സാധിക്കാത്ത ഒരു മുന്നണിയായിട്ട് UDF മാറി. അതേസമയം ഈ ലീഗാണെങ്കിൽ കടുത്ത അമർഷത്തിലാണ് UDF-നകത്ത് ഇപ്പോൾ നിൽക്കുന്നത്. ലീഗിന്റെ 1-2 നേതാക്കളും തടസ്സം നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ലീഗ് ഇടതുപക്ഷത്തേക്ക് പോകാത്തത്. ഇനി ഇൻ കേസ് ചർച്ചകൾ ഫലപ്രദമായി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഷിബു ബേബി ജോൺ ഇടതുപക്ഷത്തേക്ക് പോകും. ഈ പറഞ്ഞ ലീഗും കൂടെ ഇടതുപക്ഷത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ UDF എന്ന സംവിധാനം പൊളിഞ്ഞു. പിന്നെ അതിനകത്ത് അവർക്ക് ഒരു കാലഘട്ടത്തിലും ഭരണം കിട്ടില്ല. UDF-ന് ഭരണം കിട്ടുന്ന എപ്പോഴും ലീഗിന്റെ സീറ്റിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ലീഗിന് ആ മലബാർ മേഖലയിൽ നിന്ന് കിട്ടുന്ന സീറ്റ് അവരുടെ ഷുവർ സീറ്റായ 10-18 സീറ്റുകളുണ്ട്. ആ സീറ്റുകൾ സ്ഥിരം കിട്ടുന്നതുകൊണ്ടാണ് കോൺഗ്രസിന് ഈ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലീഗ് എന്ന് പറയുന്ന ഒരു മുന്നണി ഇടതുപക്ഷത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ 18 സീറ്റ് ഒറ്റയടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 90-95 സീറ്റ് ഇപ്പോൾ LDF-നെ സംബന്ധിച്ചിടത്തോളം സുഖകരമായിട്ട് അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ LDF അടുത്ത പ്രാവശ്യം കൂടി അധികാരത്തിലെത്തും എന്നതിന് യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. LDF-നെ സംബന്ധിച്ചിടത്തോളം പിണറായിയെ തന്നെയായിരിക്കും പ്രൊജക്ട് ചെയ്തിട്ട് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധ്യതയുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.